ഹായ്. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അമ്മമാരാണല്ലോ നമുക്ക് പൊതിച്ചോറുണ്ടാക്കി തരാറുള്ളത്. അപ്പോൾ അന്നത്തെ ആ ഒരു കൈപ്പുണ്യം, അവരുടെ ആ ഒരു കൈപ്പുണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ അവരൊക്കെ നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ അതിനെപ്പറ്റി ഓർക്കുകയും ദുഃഖിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അത്തരം ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾക്കിവിടെ ഒരു പൊതിച്ചോറ് ഞങ്ങൾ അവതരിപ്പിച്ചിരുന്നു. അപ്പോൾ അമ്മ തന്നെയാണ് അതെല്ലാം ഉണ്ടാക്കുകയൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ആ വീഡിയോയിലേക്ക് വീണ്ടും പോകാം. ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർത്തെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ പൊതിച്ചോറിലേക്കുള്ള എല്ലാ കറികളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. വറുത്തരച്ച ചമ്മന്തി, മുട്ട, കടുമാങ്ങ അച്ചാറ്, ചക്കക്കുരു തോരൻ, മെഴുക്ക് പുരട്ടി, മീൻ വറുത്തത്, ചോറ്. ഇനി നമുക്ക് ഇലയിലേക്ക് ഇത് വിളമ്പാക്കാൻ പോവാണ്. അമ്മ തന്നെ കോരി വയ്ക്കല്ല. അമ്മയുടെ കാലത്തൊക്കെ അമ്മ പൊതിച്ചോറ് കൊണ്ടുപോയിട്ടുണ്ടോ അമ്മേ? ഇല്ല. ഇല്ല. എന്ത് കാര്യം? എൻ്റെ സ്കൂൾ അടുത്തായിരുന്നു. സ്കൂൾ അടുത്തായതുകൊണ്ട് അമ്മ പൊതിച്ചോറ് കൊണ്ടല്ലോ. അപ്പൊ വീട്ടിൽ വന്നു പോയോ അമ്മ? അത് ശരി. പിന്നെ മക്കൾക്ക് പാത്രങ്ങളുണ്ട് പ്രത്യേകം എല്ലാവർക്കും. അതിൽ കോരിച്ച് എല്ലാം കൂടെ കറികളൊക്കെ ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെ. കൂടുതൽ എണ്ണ ഇല്ല. ഇല്ല. ഇപ്പോഴാണ് ഇതൊക്കെ കൂടുതലായി വന്നത്. ചമ്മന്തി, മുട്ട പൊരിച്ചത്, എന്തെങ്കിലും ഒരു ചെറിയ തോരൻ, ഇത്രയേ ഉള്ളൂ. ഈ ചമ്മന്തി അമ്മ നമ്മൾ മുളകൊക്കെ വറുത്ത് എടുത്ത ചമ്മന്തിയാണ് വെച്ചമ്മ. വറുത്തരച്ചതാണ്, അല്ലാതെ പച്ച പൊടിയിട്ട് റെഡിയാക്കിയ ചമ്മന്തിയല്ല. ശരിക്കും നമ്മൾ വറുത്തരച്ച ചമ്മന്തിയാണത്. മെഴുക്കുവരട്ടി ഓർമ്മ ഉണ്ടാവുമല്ലോ. കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയാണല്ലേ. ഒരു മുട്ട. അമ്മ പൊതിഞ്ഞു കേട്ടോ. ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഒന്നുകൂടെ ലെവൽ ചെയ്ത് അങ്ങനെ പൊതിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അമ്മ എല്ലാം പൊതിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മുടെ ഉച്ചക്കത്തെ ആഹാരമാണ്. നമ്മൾ നേരത്തെ ഇത് തയ്യാറാക്കി എങ്കിലേ ചൂടോട് വെച്ചാൽ മാത്രമേ ആ ഇലയുടെ മണം വരുള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള പൊതിച്ചോറ് ഞങ്ങളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കഴിക്കണം നമുക്ക്. അപ്പം ഞങ്ങൾ എല്ലാവരോടും ഇനിയും കഴിക്കാൻ പോവാണിത്. പിന്നെ നമുക്ക് തുറക്കാം. അമ്മ ഒന്ന് അഴിച്ച് നോക്ക് എന്നാ മണമായിരിക്കുന്നറിയാമോ. പൊതിച്ചോറെന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകത തന്നെയാണ്. ആ ഇലയുടെ ആ മണവും. ഹായ്. ഒരു തുള്ളി ചോറ് കളയാൻ തോന്നത്തില്ല അല്ലേ നമുക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ. ഈ ഇലയുടെ മണമാണ് ഏറ്റവും ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത്. പിന്നെ ഉണ്ണുമ്പോഴല്ലേ ബാക്കിയുള്ള രുചികളൊക്കെ നമ്മൾ അറിയുന്നത്. ഞാൻ ഇതുപോലെ സ്കൂളൊക്കെ തുറന്ന സമയത്ത് ശരിക്കും എൻ്റെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ 2 കിലോമീറ്ററേ ഉള്ളൂ സ്കൂളിലോട്ട് പോയി വരാൻ. ഞങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 കിലോമീറ്റർ ഓടിപ്പോയി വീട്ടിൽ പോയി ഉണ്ടിട്ട് തിരിച്ചതേപടി ഓടിപ്പോയി സ്കൂളിൽ കയറുകയാണ്. അപ്പം പിള്ളേരൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് പൊതി തുറക്കും, എന്തെങ്കിലും അച്ചാറൊക്കെ തിന്നാൻ വേണ്ടി. തുറക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ വയ്യാത്ത ഒരു വിശപ്പായിരിക്കുമല്ലോ, മണം അടിച്ചിട്ട് സഹിക്കാൻ പറ്റില്ല. അങ്ങനെ പിന്നെ ഞാൻ എന്ത് ചെയ്യും, കൂട്ടുകാരൊത്ത് കഴിക്കാൻ വേണ്ടി അമ്മയുടെ അടുത്ത് പ്രത്യേകം പറഞ്ഞ് പൊതി ഇതുപോലെ ഇലപ്പൊതി ആക്കി തന്നിട്ട്, ഞങ്ങൾക്ക് അവിടെ കുറേ സ്ഥലങ്ങൾ കാണുമല്ലേ, നാട്ടും പ്രദേശമല്ലേ. അപ്പോൾ അവിടെ ഒരു പാറയുണ്ട്. ആ പാറയുടെ അവിടെ പോയിരുന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ കൂടെ ഒരു ചെറിയൊരു തോട് പോകുന്നുണ്ട്. നല്ല വെള്ളമുള്ള തോടാണ്. അതിൽ ഏക്കർ കണക്കിന് വസ്തുവിനകത്തൂടെ പോകുന്നതായതുകൊണ്ട് അശുദ്ധമായിട്ട് ഒന്നും അതിനകത്തില്ല. എല്ലാം നല്ല വെള്ളം. പിന്നെ ഊറ്റ വെള്ളം എന്നൊക്കെ പറയില്ലേ, ആ വെള്ളമാണ് ഈ ഇറങ്ങി വരുന്നത്. അപ്പോൾ അവിടെ നമ്മളിരുന്ന് കഴിച്ചിട്ട് നമ്മൾ അവിടെ തന്നെയാണ് കൈ കഴുകുകയും ചെയ്തത്. ആ വെള്ളം കുടിക്കാൻ കൊള്ളാം. ഊറ്റ വെള്ളമാണ്. മറ്റേ ഈ കുന്നിൻ്റെ അടിവാരത്തിലൂടെ ഒഴുകി വരുന്ന വെള്ളം, കിണറ്റിലെ വെള്ളം പോലെ. അതുപോലെ തന്നെ നല്ല പ്യുവറായിട്ടുള്ള വെള്ളം. ഇന്ന് പക്ഷേ നമുക്കറിയത്തില്ല എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അതൊരു പ്രത്യേക സുഖം. ഞങ്ങളൊക്കെ പിന്നെ യാത്രയൊക്കെ ചെയ്യുമ്പോഴേ നമ്മൾ മോളെ വിളിക്കാനൊക്കെ എറണാകുളത്തൊക്കെ പോവില്ലേ, ആ സമയമൊക്കെ ഞങ്ങൾ ഇതുപോലെ പൊതി ഉണ്ടാക്കി. ഞാനല്ലാതെ വെളിയിൽ നിന്നൊന്നും വാങ്ങിച്ച് കഴിക്കത്തില്ല. എന്തിനാ, അതിനേക്കാളും നല്ല നമുക്ക് ഇങ്ങനെ വാങ്ങിച്ച് വെച്ച് കഴിച്ചുകൂടെ ഇല്ലേ? അമ്മയ്ക്കിത് ഇഷ്ടമല്ലേ? നമുക്ക് കഴിക്കാമേ. ഇലയുടെ അങ്ങോട്ട് മണം കൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കഴിക്കാം. അത് എന്തോ കഴിക്കണമെന്നുള്ളതാണ്.
അച്ചാർ, മാങ്ങ അച്ചാർ, കടുമാങ്ങ അച്ചാർ, പിന്നെ വറുത്തരച്ച ചമ്മന്തി, മുട്ട, മെഴുക്ക് പുരട്ടി, ഇത് ചക്കക്കുരു തോരൻ. ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ടുണ്ട്, ചക്കക്കുരുകളൊക്കെ ഇറങ്ങി വരുന്നുണ്ട്, ഒന്ന് ഓർത്ത് വെച്ചോ എല്ലാവരും. ചക്കക്കുരു ഉണ്ടോ അമ്മയ്ക്കോടെ? ഉണ്ടോ? ഉണ്ട്, പുരയിടത്തിലുണ്ട്. അടുത്തന്നെ 4-5 കിലോമീറ്റർ. രാവിലെ ഇത് കെട്ടിവെച്ച ചോറാണ്. അപ്പം 2-3 മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ആ ഇല, വാടിയ ഇലയുടെ മണമൊക്കെ ഉണ്ടല്ലോ, ആ ചോറിലോട്ട് അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് കൊള്ളും. അപ്പോൾ ദാ ഇതിങ്ങനെ അങ്ങോട്ട് ഇളക്കി നമ്മളെല്ലാം കൂടി തിന്നുമ്പോൾ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത. ഇനി വേണം സ്റ്റെപ്പായിട്ട് എന്തൊക്കെയാണ് തീരുമാനിച്ച് തിന്നാൻ പോകുന്നത്. അമ്മയുടെ കാലത്തൊക്കെ പൊതിച്ചോറുണ്ടായിരുന്നല്ലോ. അമ്മ പൊതിച്ചോറ് കഴിച്ചിട്ടുണ്ടോ? ഇല്ല. അതെന്ത് കാര്യം? എൻ്റെ സ്കൂൾ അടുത്ത്, വീട്ടിൻ്റെ അടുത്ത്, അതുകൊണ്ട് പൊതിച്ചോറ് കൊണ്ടുപോയിട്ടില്ല. കഴിച്ചിട്ട് പോകും. അപ്പൊ അമ്മയുടെ മക്കൾക്ക് അമ്മ പൊതിച്ചോറ് കൊടുത്തിട്ട് പാത്രങ്ങള് ഓരോരുത്തർക്ക് പേരുകളും വെട്ടി പാത്രങ്ങൾ വെച്ചിട്ടുണ്ട്. ഓ അത് ശരി. അന്ന് ഈ വട്ടപാത്രമായിരുന്നോ അമ്മ? തൂക്കുപാത്രമായിരുന്നോ? മക്കളെ കാലത്ത് വട്ടപാത്രമായിരുന്നു. ഞാനൊക്കെ തൂക്കുപാത്രത്തിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അലുമിനിയം തൂക്കുപാത്രം. ആ ശരി ശരി. പിന്നീട് വട്ടപാത്രം. എനിക്കൊന്ന് കൈമാറി വന്ന സ്വത്താണെന്ന് തോന്നി ഈ തൂക്കുപാത്രങ്ങളൊക്കെ നമുക്ക് കിട്ടിയതൊക്കെ. പണ്ട് തൂക്കുപാത്രം, അത് ഈ വെങ്കലം, ചെമ്പ്. ശരിയാ. അതിലാണ് സ്റ്റീൽ ഇറങ്ങുന്നതിന് മുമ്പ്. സ്റ്റീൽ ഞാൻ കണ്ടില്ല. പിന്നെ അലൂമിനിയം പാത്രം ഉണ്ടായിരുന്നു. അതങ്ങനെ ആയിട്ടില്ല. പക്ഷെ അലൂമിനിയം പാത്രം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഈ വെങ്കലം എന്ന് പറയും, കറുത്ത മഞ്ഞ, അതാണ് പാത്രങ്ങൾ പണ്ടുള്ളത്. പിന്നീട് ഈ സ്റ്റീൽ വന്നേ പിന്നെ അതാണ് സ്റ്റീലേ ഉള്ളു. ഈ പൊതിച്ചോറിനോട് അമ്മയ്ക്ക് മീനാണോ ഫ്രൈ ആണോ ഇഷ്ടം, മുട്ടയാണോ ഇഷ്ടം? മീനാണോ ഇഷ്ടം? പക്ഷെ അമ്മ വേറൊരു കാര്യം, നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ മുട്ടയ്ക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ ഇന്നത്തെ മുട്ടയ്ക്ക് ആ ടേസ്റ്റ് ഇല്ല. നാടൻ കോഴികളല്ലേ, അവർ കൊത്തി നടന്ന് തിന്നുന്ന ആ ഒരു അതിൻ്റെ ഒരു ഫലം വേറെ. പിന്നെ കൂട്ടിലിട്ട് വളർത്തുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്, ഇല്ലേ അമ്മ? എല്ലാ കാര്യങ്ങൾക്കും, ഇറച്ചികൾക്കായാലും ഇപ്പം അങ്ങനെയല്ലേ, ബോയിലർ ആട്, ബോയിലർ കോഴി, അങ്ങനെ നാടൻ കോഴി കിട്ടാൻ പോലും ഇല്ല സത്യം പറഞ്ഞ, ഇല്ലേ? അതിൻ്റെ ഒരു രുചി നമുക്ക് അറിയാൻ പോലും പറ്റുന്നില്ല. ഈ ഇലച്ചോറ് ഇപ്പോഴത്തെ തലമുറകൾക്ക് വലിയ ഗ്രാഹ്യമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ യൂട്യൂബ് സന്ദർശിക്കുമ്പോൾ മാത്രം ആണ് അവരൊക്കെ കാണുന്നത്, അയ്യോ ഇങ്ങനെയൊക്കെ പൊതിച്ചോറുണ്ടോ എന്നുള്ളത്. എൻ്റെ ഇവിടെ ഹോസ്റ്റലിൽ തന്നെ ഒരു കുട്ടിയുണ്ട്, ഒരു ഡോക്ടറാണ്, ദന്ത ഡോക്ടറും കൂടിയാണ്. ആ കുട്ടിയുടെ അടുത്ത് ഞാൻ ഈ ഇലച്ചോറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അത് ചോദിക്കുക, ഇലച്ചോറ് എന്തുവാണെന്ന് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കുക. ഞാൻ സത്യം പറഞ്ഞാൽ അതൊരു മലയാളിയാണ്, ദുബായ് വളർന്ന കുട്ടിയാണ്. അപ്പോൾ അതിന് ഞാനിത് പൊതിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ന് മനസ്സിലാക്കുക എന്താണ് ഈ പൊതിച്ചോറിൻ്റെ ഗുണം എന്താണെന്നുള്ളത്, ഇല്ലേ അമ്മ? ശരിക്കും നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ കുട്ടികൾക്ക് ഇങ്ങനെ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അവർ മനസ്സിലാക്കട്ടെ, വരും കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു, നമ്മുടെ അമ്മമാരിങ്ങനെയൊക്കെ ചെയ്തിരുന്നു, ഇങ്ങനെയൊക്കെയാണ് കഴിച്ചതെന്നുള്ളത്. അല്ലാതെ നമുക്ക് ഈ ഒരു കൂട്ടിൻ്റെ ഒരു രസം ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോലും നമുക്ക് കിട്ടത്തില്ല, അല്ലേ അമ്മ? ഇല്ലേ? അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഇത്. ഇനി ഞങ്ങൾ ഇതൊന്ന് കഴിച്ച് തീർക്കട്ടെ. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.